നമസ്കാരം. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും യുവാക്കൾക്കും വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ജനക്ഷേമ പദ്ധതിയുടെ തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. മുൻപ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയും പിന്നീട് തടസ്സപ്പെടുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അഥവാ പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതി അത് പുനരാരംഭിക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ സജീവമായിട്ടാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രതിമാസം 1000 രൂപ വീതം യോഗ്യരായ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന ഈ ധനസഹായം തടസ്സമില്ലാതെ വിതരണം ചെയ്യാനാണ് നിലവിലുള്ള ഗവൺമെൻറ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് നിർദ്ദേശങ്ങളിലോ തുടർന്നുള്ള പ്രഖ്യാപനങ്ങളിലോ ഇതേക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നില്ല. എങ്കിലും ഈ പദ്ധതിയുടെ സാമൂഹിക പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇത് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുക വിതരണം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത എന്നത് സംസ്ഥാനത്തെ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ നൈപുണ്യ വികസനത്തിനും മത്സര പരീക്ഷാ പരിശീലനങ്ങൾക്കുമൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ധനസഹായം ഉറപ്പാക്കുന്നു എന്നതാണ്. +2 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള ഏത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇതിന് അർഹത നേടുന്നതിനായിട്ട് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണമെന്ന കൃത്യമായിട്ടുള്ള നിബന്ധന നിശ്ചയിച്ചിട്ടുണ്ട്. സർക്കാർ തലത്തിൽ നടത്തുന്ന വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും തൊഴിൽ സാധ്യതകളൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിവിധ നൈപുണ്യ വികസന കോഴ്സുകൾ, സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കും ഈ ധനസഹായം വലിയൊരു പിന്തുണയാണ് ഇപ്പോൾ നൽകുന്നത്. അതിനാൽ തന്നെ അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായി ഈ തുക പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. പദ്ധതി പുനരാരംഭിക്കുന്നതിനുള്ള ഭരണാനുമതിയും ധനസഹായ വിതരണത്തിനായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള നടപടികളുമൊക്കെ തന്നെ നിലവിൽ വളരെ വേഗത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ധനകാര്യ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയും ഒക്കെ തന്നെ പ്രത്യേക യോഗങ്ങളിൽ വെച്ച് ബജറ്റ് എസ്റ്റിമേറ്റും ഫണ്ട് അലോക്കേഷനും സംബന്ധിച്ച നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതിനോടകം തന്നെ കൈക്കൊണ്ടു കഴിഞ്ഞു. വകുപ്പ് തല അംഗീകാരങ്ങളൊക്കെ തന്നെ പൂർത്തിയായ സാഹചര്യത്തിൽ ഈ പദ്ധതിയുടെ പുനരുദ്ധാരണം വ്യക്തമാക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെൻറ് ഓർഡർ അത് വളരെ വൈകാതെ തന്നെ പുറത്തിറങ്ങുന്നതാണ്. ഈ പ്രധാന ഉത്തരവ് പുറത്തു വരുന്നതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്നതാണ്. മുമ്പ് രജിസ്റ്റർ ചെയ്ത് അപേക്ഷകൾക്ക് അപ്രൂവൽ ലഭിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും യാതൊരുവിധ തടസ്സവുമില്ലാതെ ഈ ഒരു സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് ഓണക്കാലം അടക്കമുള്ള വലിയ ആഘോഷങ്ങൾ വന്നെത്തുന്ന ഈ ഒരു വേളയിൽ മുൻപ് കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് തീർപ്പാക്കി കൃത്യമായി വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സംസ്ഥാന ഭരണകൂടം ലക്ഷ്യമിടുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മാസങ്ങളിൽ കുടിശ്ശികയായ തുക ഉൾപ്പെടെ 3 മാസത്തെ ധനസഹായം ഒന്നിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ ഇപ്പോൾ സജീവമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷത്തോളം അപേക്ഷകരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള ഈ പദ്ധതിയിൽ നിലവിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിലൊക്കെ കൃത്യമായി പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയായി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പെട്ടെന്ന് തന്നെ തീർപ്പാക്കാനും പുതിയ ഗുണഭോക്താക്കൾക്ക് അർഹമായിട്ടുള്ള തുക കൃത്യസമയത്ത് ലഭ്യമാക്കാനും സംസ്ഥാന എംപ്ലോയ്മെൻറ്റ് വകുപ്പിനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ കൃത്യമായിട്ടുള്ള വിതരണ തീയതിയും തുകയും സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. നേരത്തെ അപേക്ഷ സമർപ്പിച്ചവർ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് ഏറെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അപേക്ഷകളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സാങ്കേതികപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ രേഖകളുടെ കുറവോ മൂലം അപ്രൂവൽ ലഭിക്കാതെ നിൽക്കുന്നുണ്ടോ, അതൊക്കെ കൃത്യമായി ലോഗിൻ ചെയ്ത് പരിശോധിക്കുകയും ആവശ്യമായിട്ടുള്ള തിരുത്തലുകളൊക്കെ തന്നെ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ നടപടികളും തിരുത്തലുകളും ഒക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തന്നെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനടി പരിഹരിച്ചാൽ മാത്രമേ വരാനിരിക്കുന്ന ഗഡുക്കളുടെയൊക്കെ തന്നെ വിതരണത്തിൽ ഉൾപ്പെടാനായിട്ട് നമുക്ക് അർഹതയുണ്ടാവുകയുള്ളൂ. അല്ലാത്തപക്ഷം അർഹതയുണ്ടായിട്ടും സാങ്കേതികപരമായിട്ടുള്ള പിഴവുകൾ കാരണം തുക അക്കൗണ്ടിലേക്ക് വരുന്നത് തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് തങ്ങളുടെ കരിയർ അത് കൃത്യമായിട്ട് കെട്ടിപ്പടുക്കുന്നതിൽ വലിയൊരു താങ്ങായി മാറിയ ഈ ആനുകൂല്യം ഉടൻ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ അത് ആയിരക്കണക്കിന് യുവാക്കൾക്കാണ് ഉപകാരപ്പെടുന്നത്. പദ്ധതിയുടെ ഫണ്ട് അലോക്കേഷൻ പൂർത്തിയായ വിവരം വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതോടെ തുക വിതരണം ആരംഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്നും അതോടൊപ്പം തന്നെ വകുപ്പുകളിൽ നിന്നുമൊക്കെ തന്നെ ലഭിക്കുന്ന പുതിയ വിവരങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ അപ്പോൾ സ്വീകരിക്കാൻ എല്ലാ അപേക്ഷകരും ശ്രദ്ധിക്കേണ്ടതാണ്. ജനക്ഷേമകരമായിട്ടുള്ള ഇത്തരം പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെ തന്നെ നിരന്തരം അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യുവാനും മറക്കരുത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.